സംസ്ഥാനത്ത് മഴ അത് ശക്തമാണെന്നാണ് മുന്നറിയിപ്പ്. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് മാത്രം അവധി ബാധകമല്ല. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. മഴ കനത്തതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാകുന്നു. വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുമുണ്ട്. അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് വിവിധയിടങ്ങളിൽ നിന്ന്. ആജ്ഞ രവീന്ദ്രനും MS അനീഷ് കുമാറുമാണ് ചേർന്നത്. ആദ്യം ഞാൻ അനീഷിലേക്ക് പോവുകയാണ്. അനീഷ്, ഈ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ഇന്ന് മഴ സാധ്യത, അത് തീവ്രമായിട്ടുള്ള മഴ സാധ്യത മുന്നറിയിപ്പുള്ളത്. എങ്ങനെയുണ്ട്? ഇപ്പോൾ 9 മണി 9:30 ആവുന്നു. തെളിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നല്ലോ വീണ്ടും. എൽദോ, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ കോഴിക്കോട് ജില്ലയിൽ മഴ ആരംഭിച്ചതാണ്. ഇപ്പോഴും മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. കഴിഞ്ഞ ഏതാണ്ട് 10-12 മണിക്കൂറായി അതിതീവ്ര മഴ തന്നെ പെയ്യുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും. കോഴിക്കോട് ജില്ലയുടെ നഗര പ്രദേശങ്ങളിലും ഒപ്പം മലയോര മേഖലകളിലും വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. തിരുവമ്പാടി പോലുള്ള ഇടങ്ങൾ, മുക്കം പോലുള്ള ഇടങ്ങളിൽ വലിയ മഴ പെയ്യുന്നു. ഒപ്പം നേരത്തെ ഈ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടായ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പോലുള്ള വടകര താലൂക്കിൻ്റെ മേഖലകളിലും കനത്ത മഴ തുടരുന്നുവെന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. പരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. അനാവശ്യ യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വടകര താലൂക്കിലെ വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നീര് തുടർന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും വലിയ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന നിർദ്ദേശമുണ്ട്. പ്രത്യേകം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനായി സജ്ജീകരിക്കാനുള്ള നിർദ്ദേശവും കളക്ടർ നൽകിയിരുന്നു. ഒപ്പം പ്രത്യേകിച്ചും വിലങ്ങാട് മലയോര മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും, അതായത് കുത്തനെയുള്ള പ്രദേശങ്ങളിൽ, പാറക്കെട്ടുകളും മറ്റുമുള്ള ഇടങ്ങളിൽ നിന്നും, ഒപ്പം പുഴയോരത്ത് താമസിക്കുന്നവരും നിർബന്ധമായും അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ മാറാൻ തയ്യാറാവാത്തവരെ പോലീസ് അവിടെ നിന്നും നീക്കി സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് പോകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ക്യാമ്പുകളിലെ സജ്ജീകരണങ്ങളൊക്കെ ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിലൂടെ ഇന്നലെ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തരമായുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഗതാഗതം അനുവദിച്ചിരുന്നവരെ. മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികൾക്ക് വിലങ്ങുണ്ട്. DTPCയുടെ കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലും ഈ 2 ദിവസത്തേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസത്തേക്ക് സഞ്ചാരികളെ അനുവദിക്കില്ല എന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആ അതിതീവ്ര മഴയ്ക്കൊരു ശമനം വന്നെങ്കിലും മഴ ചാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജില്ലയുടെ മിക്ക മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റൈറ്റ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കൊച്ചിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് എങ്ങനെയാണ്? വെള്ളം ഇറങ്ങി തുടങ്ങിയോ, അതോ മഴ പെയ്യുന്നതനുസരിച്ച് കൂടുതലും രൂക്ഷമാവുകയാണ് സാഹചര്യം? എൽദോ, മഴ രാവിലെ മുതൽ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ കൊച്ചിയിലെ ഒരു സാഹചര്യം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. അതായത് ഒരു മണിക്കൂറൊക്കെ ഇടവേള കിട്ടുമ്പോൾ തന്നെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ തരത്തിലുള്ളൊരു മഴ, അതായത് ശക്തമായ മഴ എന്നല്ല, ഈ തരത്തിലുള്ള ഒരു മഴ, ഒരു മീഡിയം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വെള്ളക്കെട്ടുണ്ടായാൽ, ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായി എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെ, ഇപ്പോൾ പാലാരിവട്ടത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആജ്ഞ തുടർന്നോളൂ.
എൽദോ വെള്ളക്കെട്ടുണ്ടായി എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെയും ഇപ്പോൾ വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട്. അത് ഈ മഴ പെയ്ത് രാവിലെ ശക്തമായ മഴയായിരുന്നു. മഴ പെയ്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള വെള്ളക്കെട്ടുകളായിരുന്നു. പക്ഷെ പറവൂർ ഭാഗങ്ങളിലൊക്കെ കുറച്ചുകൂടി താഴ്ന്ന പ്രദേശമാണ്. പറവൂർ ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ അതായത് വെള്ളം ഒഴുകി പോകുന്ന കാന കെട്ടിയടച്ചതുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ വെള്ളക്കെട്ട് ഉണ്ട്. അതൊരു പരിഹാരം കാണുന്ന ഒരു നീക്കത്തിലായിരുന്നു. അത് മോട്ടോർ വെച്ചിട്ട് വെള്ളം അടിച്ച് കളഞ്ഞ ശേഷം വീടുകളിലേക്ക് കയറിയിട്ടുള്ള വെള്ളം മോട്ടോർ വെച്ച് അടിച്ചു കളഞ്ഞ ശേഷം അതിനുള്ള പരിഹാരം കാണും എന്നുള്ളതാണ് നഗരസഭാ ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇപ്പോൾ നമ്മളെ കൊച്ചിയിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. രാവിലെ മുതൽ പുലർച്ചെ മുതൽ നല്ല മഴയുണ്ട്. പുലർച്ചെയൊക്കെ പെയ്തത് വലിയ ശക്തമായ മഴ തന്നെയാണ്. ആ മഴയിൽ വന്ന വെള്ളം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം തന്നെയാണ് ഇപ്പോൾ കൊച്ചി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. അത് വേണ്ട വിധത്തിൽ അത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെ വേണം പറഞ്ഞാൽ. ഓടയൊക്കെ നമുക്ക് കാണാം. ഓടയുടെ ഈ നെറ്റൊക്കെ ഇപ്പോഴും മാലിന്യങ്ങൾ നിറഞ്ഞ് അടഞ്ഞിരിക്കുന്നതാണ്. പലയിടത്തും വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഇല്ല. അത് വേണം പറയാൻ. ഇത്തരത്തിൽ ഓടയൊക്കെ നിറഞ്ഞ് ശുചീകരണം നടത്താത്തത് കൊണ്ട് തന്നെ മാലിന്യമൊക്കെ മൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. മഴ പെയ്താലുണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ഈ നിറയുന്ന വെള്ളക്കെട്ടിൽ വരുന്നതൊക്കെ മലിനജലമാണ്. ഇത് വീടുകളിലേക്ക് കയറുമ്പോഴും അതല്ലെങ്കിൽ നമുക്ക് നടക്കാനുള്ള വഴികളിലൊക്കെ ആണെങ്കിൽ പോലും ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. കുറച്ചുകൂടി സാംക്രമിക രോഗങ്ങൾ പടർത്താനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യാധികളൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഏറെയാണ്. എലിയൊക്കെ ചത്തു പൊന്തിയ വെള്ളമാണ്. അത് ഈ മഴക്കാലത്തുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും പനി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള വൈറൽ ഫീവറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇത് നയിക്കുകയും ചെയ്യും. മഴക്കാലം എപ്പോഴും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പനിക്കാലവും ഒക്കെ ആണെങ്കിൽ പോലും അതിനെ കൂടുതൽ തീവ്രമാക്കുന്ന തരത്തിലേക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുമൊക്കെ അത് കൊച്ചിയിൽ കുറച്ച് രൂക്ഷമാണ്. പ്രത്യേകിച്ചും മാലിന്യ പ്രശ്നങ്ങൾ കൊച്ചിയിൽ രൂക്ഷമായതുകൊണ്ട് തന്നെ ഇത് മഴക്കാലപൂർവ്വ ശുചീകരണം വേണ്ട വിധം നടക്കാത്തതിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത് മഴ എപ്പോഴും ഈ വർഷകാലം വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ കൊച്ചി നേരിടാറുണ്ട്. കാരണം അത് സമയത്തിനൊന്നും നടപ്പിലാക്കാറില്ല. അത് ഏറ്റെടുത്ത് കൃത്യമായി നടപ്പിലാക്കിയിൽ മാത്രമേ ഇത്തരത്തിൽ ഓടകളിൽ വെള്ളം കയറി നിൽക്കുന്നതും അത് ഓടകൾ കവിഞ്ഞ് കരയിലേക്ക് വരുന്നതും അതല്ലെങ്കിൽ പലയിടത്തും ഈ കാനയും റോഡും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് മഴ പെയ്യുമ്പോൾ വെള്ളം നിറയുക. അത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം സാധ്യതകളൊക്കെ തള്ളിക്കളയാൻ ഈ നീരൊഴുക്ക് കൃത്യമാക്കുന്ന തരത്തിലേക്ക് കാനകൾ ശുചീകരിക്കേണ്ടുന്നതും അല്ലെങ്കിൽ അത് അടഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ മാറ്റി മാലിന്യങ്ങളൊക്കെ മാറ്റി ഓട ക്ലീൻ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടാകണമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല കൊച്ചിയിൽ. അതെന്തായാലും ഇത്തവണ കൊച്ചിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ അപാകതകൾ പലയിടങ്ങളിലുമുണ്ട്. പക്ഷേ ഈ വെള്ളം കെട്ടി നഗരത്തിലുള്ള ഒരു രീതി എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിന്നാൽ പോലും വലിയ മഴ വന്നു, വെള്ളക്കെട്ടുണ്ടായി, പക്ഷെ ഒരു മണിക്കൂറിനുള്ളിൽ അത് ഒലിച്ചു പോകും. വെള്ളം ഒലിച്ചു പോകാനുള്ള സംവിധാനം. പക്ഷേ ആ പെയ്യുന്ന മഴയുടെ ഒരു തീവ്രത അനുസരിച്ചിട്ട് ഒഴുകിപ്പോകാനോ ഉള്ള സൗകര്യം ഇപ്പോൾ നിലവിലില്ല. അത് പലയിടത്തും ഓടകൾ മാലിന്യം കൂമ്പാരം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടും അതുപോലെ ഓടകൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. റോഡിലേക്ക് കൂടി ഓടകൾ കവിഞ്ഞ് വെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അപാകത. അതെല്ലാ കാലവും കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണം പ്രോപ്പറായി നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അത് ഇത്തവണയും ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. പലയിടങ്ങളിലും മഴക്കാല പൂർവ്വ ശുചീകരണത്തെ പറ്റി ആലോചന നടക്കുന്നതേ ഉള്ളൂ, പലയിടത്തും നടന്നിട്ടില്ല. അപ്പോഴേക്കും ഈ പറയുന്ന മലിനജലം എല്ലാ വീടുകളിലേക്ക്, അതായത് വെള്ളം കയറുന്ന ഇടങ്ങളിലേക്ക് അത് എത്തും. പിന്നെ കടൽ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും ഇതിൻ്റെ മഴ തീവ്രമാവുന്നതിൻ്റെ രൂക്ഷത അനുഭവിക്കുന്നുണ്ട്. എന്തായാലും മഴ വരുന്ന ദിവസങ്ങളിലൊക്കെ ശക്തമാവുന്നതോടനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അതെ, അടിയന്തരമായിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ രൂക്ഷമായിരിക്കും പ്രതിസന്ധി. മഴക്കെടുതികൾ, വെള്ളക്കെട്ട്, ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആജ്ഞയാണ് ഇവരുകൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.